ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിമിനി വ്ളോഗ്. സോ ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യുന്നത്. കുറേ കൂടെ അമ്മ നടക്കുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് തൃപ്രയാറാണ്, നമ്മുടെ ലൊക്കേഷനിലേക്ക് പോകാൻ പോകണം. ഇപ്പോൾ റൂമിലാണുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് റൂമിൽ തന്നെ റെഡി ആയിട്ട് പോവുകയാണ് ചെയ്യുക. അപ്പം ഇന്നത്തെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് അമല എന്നാണ്, ഒരു നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പം അമല എങ്ങനെയാണ് റെഡി ആവണമെന്നുള്ളത് കാണിക്കും. ഞാൻ ആദ്യം ചെയ്യുന്ന പോലത്തെ മറ്റേ സൺസ്ക്രീന്, പ്രൈമർ, മോയ്സ്ചറൈസർ ഈ സംഭവങ്ങളൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ഇടാറില്ല, പക്ഷേ ഇടണം എന്നാണ് പറയുക. ബേസിക് സ്കിൻ കെയർസ് ചെയ്തിട്ട് വേണം മേക്കപ്പ് ചെയ്യാനെന്ന്. ഞാൻ ചെയ്യാതെ നേരെ ഫൗണ്ടേഷനിലേക്ക് പോവാണ്. സോ ഇതാണ് എൻ്റെ ഫൗണ്ടേഷൻ. മെബലൈൻ്റെ ഫിറ്റ്മി 128 ആണ് കേട്ടോ എൻ്റെ നമ്പർ. ഓരോരുത്തർക്കും ഓരോ ടോണായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ അമ്മ എനിക്കൊന്ന് തുറന്നു തരാമോ? ഇത് ഇങ്ങനെ ഇപ്പോൾ ചെയ്താൽ വരില്ല, തീർന്നതുകൊണ്ട് വന്നു. അപ്പോൾ പിന്നെ വേണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് വന്നില്ലായിരുന്നു, തീരാറായതുകൊണ്ട്. അപ്പോൾ ഞാൻ അമ്മയെ കൊണ്ട് ഓപ്പൺ ചെയ്യിച്ചു. എനിക്ക് ചെറിയ പിമ്പിൾ മാർക്സ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വിടുക മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം എനിക്ക് ഓവർ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞാൽ വേറൊരു ലുക്കായി പോകും. ഈ ഒരൊറ്റ ഡ്രോപ്പിൽ നമുക്ക് ഫേസിൻ്റെ ബേസ് ഫുൾ ക്ലിയർ ചെയ്യണം. കുറച്ച് മാർക്സ് ഒക്കെ കാണുന്നതുകൊണ്ട് ഞാൻ ഓക്കെയാണ്. എനിക്കങ്ങനെ മാർക്സ് കാണുന്നതുകൊണ്ടുള്ള സങ്കടം, അമ്പളത്തം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെ വെച്ചേക്കും. ഓക്കെ, ഡൺ വിത്ത് മൈ ബേസ്. ചെയ്യുന്നവർ കഴുത്തിലും കൂടി ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ, എന്നെപ്പോലെ കഴുത്തിൽ ചെയ്യാതിരിക്കരുത്. അപ്പോൾ ഞാൻ ബാക്കി വെച്ച് ബ്രഷിൽ കൊണ്ട് ഇങ്ങനെ കഴുത്തിലും കൂടി ചെയ്ത് കിട്ടും. ഓക്കെ, ഇത്രേ ഉള്ളൂ എൻ്റെ ബേസ് മേക്കപ്പ്. ഇതെൻ്റെ ഒരു ലിപ് ബാമാണ്, മെബലൈൻ്റെ. ഞാൻ ലിപ്സ്റ്റിക്ക് അങ്ങനെ യൂസ് ചെയ്യത്തില്ല, ഈ ലിപ് ബാമാണ് ഇടുക. കാരണം ഇതിന് ഓൾറെഡി ഒരു കളർ ഉണ്ട്. പിന്നെ എൻ്റെ ഭയങ്കര ഡ്രൈ ആവുന്ന ലിപ്സ്, അപ്പോൾ മാറ്റ് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പൊളിഞ്ഞു പോരും. അതുകൊണ്ട് ഞാൻ ഈ ലിപ് ബാം എപ്പോഴും യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം അത് സ്ക്രീനിൽ ഗ്രേഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും അത് ഓക്കെ ആവുന്നുണ്ട്. അമ്മ മരുന്ന് പൊട്ടിയെന്നൊക്കെ വെച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് ഗ്രേഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ലിപ് ബാമിൻ്റെ ഷെയ്ഡ് ഓക്കെയാണ്. ഇത് തന്നെ നമുക്ക് ഓവറായിട്ടാണ് ചില സമയത്ത് ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ലിപ് ബാം ഇട്ടു. ഇനി മെയിൻ ടാസ്കുകൾ കണ്ണിൻ്റെ ഒക്കെ കുറച്ച് പരിപാടികളാണ്. അപ്പം ഇത്രയും സാധനം വെച്ച് നമുക്ക് നമ്മുടെ കണ്ണിൻ്റെ അംഗം തുടങ്ങാം. അതിനു മുമ്പ് നമുക്ക് ഐ ഷാഡോ ഒന്ന് ഇടാം, പിന്നെ ഐബ്രോയും ഒന്ന് വരച്ചു വിടാം. ആദ്യം നോക്കി ചെയ്താൽ ഞാൻ തെറ്റിക്കും, അതുകൊണ്ട് ഇതിൽ ചെയ്യാം. ഇത് ഷാർപ്പ് ചെയ്യാറായിട്ടുണ്ട്. ഇനി ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ പിരിക്കുകയാണെങ്കിൽ ഒന്ന് ടച്ച് ചെയ്ത് വിടുള്ളൂ. കാരണം എൻ്റെ ഐബ്രോസ് ഓൾറെഡി കുറച്ച് ഡാർക്കാണ്. അപ്പോൾ ഞാൻ ഓവർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ മീശമാധവൻ സിനിമയിൽ ജഗതിയുടെ ഒക്കെ പിരികിയിരിക്കണ പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിടും. എന്നിട്ട് ഇതുകൊണ്ട് തന്നെ ഇങ്ങനെ പിരികും കഴിഞ്ഞു. ഞാൻ എന്ന് വെച്ചാൽ പ്രൊഫഷണൽസ് ചെയ്യുന്ന പോലെയുള്ള അങ്ങനത്തെ ഓർഡർ ഒന്നും ഇല്ല കേട്ടോ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ. എനിക്ക് ഇപ്പം ഏതാണോ ആദ്യം കൈ കിട്ടുക അതൊക്കെ എടുത്തിട്ട് ഞാൻ ആദ്യം ചെയ്യും. ഞാൻ ജസ്റ്റ് കണ്ണൊന്ന് എഴുതി കൊടുത്തു. ചില ദിവസങ്ങളിൽ സമയമില്ലെങ്കിൽ ഞാൻ ഐ ഷാഡോ ഒന്നും ഇടാൻ നിൽക്കില്ല കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ ചില ദിവസങ്ങളിൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ ഐ ഷാഡോ ഒന്നും ഇടില്ല. ജസ്റ്റ് കണ്ണും എഴുതി ലിപ്സ്റ്റിക്, ലിപ് ബാമും ഇട്ട് ഇപ്പോൾ ഇട്ട പോലെ ഫൗണ്ടേഷനും പെട്ടെന്ന് ഇട്ടിട്ട് 5 minutes കൊണ്ട് ഇപ്പോൾ മേക്കപ്പ് കഴിയും. അതിന് ഞാൻ പെട്ടെന്ന് ഓടി പോകാറാണ് പതിവ്. ഇന്നിപ്പോൾ നമുക്ക് സമയമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ ഐ ഷാഡോ പാലറ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം മറ്റേ പാക്ക് മൈ ബാഗിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഐ ഷാഡോ പാലറ്റ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയി എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അതെൻ്റെ സൂക്ഷ്മക്കുറവ് കൊണ്ട് ഇതിങ്ങനെ രണ്ട് പീസായി പോയി, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ പക്ഷേ ചെറിയൊരു ഗ്ലിറ്ററിങ് ഉള്ളൊരു ഗോൾഡൻ ഷെയ്ഡിൻ്റെ ഒരു ഐ ഷാഡോ.
ആ ഗോൾഡൻ്റെ ഗ്ലിറ്ററിങ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്ത് വിടുന്നുണ്ട്. ഇച്ചിരി ഇടുന്നുള്ളൂ. അതിന് മേലിൽ കൂടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഞാനിങ്ങനെ ടച്ച് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ. ഒരു ഗോൾഡൻ ഇട്ടതിൻ്റെ മേലിൽ കൂടി ചെറുതായിട്ട് ചെറിയൊരു സ്മോക്കി ഐസ് ഒക്കെ ഫീൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. അറിയില്ല. നമുക്ക് ഐലൈനർ എഴുതി കൊടുക്കാം. ഞാൻ ആക്ച്വലി കണ്ണിന് അടിയിൽ എഴുതിയിട്ട് പിന്നെ ഒന്ന് ഐലൈനറും കൂടി എഴുതി വെക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് പടരാതിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഐലൈനർക്ക് കൂടെ ഒന്ന് എഴുതി വരും. ഇവിടെയും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അതിനകത്തിൻ്റെ കണ്ണിനകത്തൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ, കണ്ണെഴുതി കഴിഞ്ഞു. അയ്യോ, പൊട്ടും കൂടെ തൊടാനുണ്ട്. ഞാൻ ഐലൈനർ വെച്ച് തന്നെയാണ് ഈ സൈഡിൽ പൊട്ട് തൊടുന്നത്. ജസ്റ്റ് ഒരു വര. ഇനി മസ്കാരയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് കഴിഞ്ഞു. മസ്കാര ഇട്ട് കഴിയുമ്പോഴാണ് കേട്ടോ കണ്ണിനൊരു പവർ വരിക. നമുക്ക് ലാഷൊക്കെ വേണേ വയ്ക്കാം, പക്ഷെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ് ലാഷൊക്കെ. എനിക്ക് ഇടയ്ക്ക് പൊളിഞ്ഞൊക്കെ പോരും, പിന്നെ അത് ഒട്ടിക്കാൻ എനിക്ക് മടിയാവും. അപ്പോൾ പിന്നെ പകുതി സീനിൽ ലാഷ് ഉണ്ടാവും, പകുതി സീനിൽ ലാഷ് ഇല്ലാതൊക്കെ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാഷ് മാക്സിമം ഇപ്പോൾ യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഥാനായികയിലാണെങ്കിലും. ഇപ്പം ഞാൻ മസ്കാര വെച്ച് തന്നെ അഡ്ജസ്റ്റ് ചെയ്യും. അതാകുമ്പോൾ രാവിലെ ഇട്ട് കഴിഞ്ഞാൽ രാത്രി വരെ അങ്ങനെ ഉണ്ടാവുമല്ലോ. കണ്ണിനൊരു പവർ വരും മസ്കാര ഇട്ട് കഴിയുമ്പോഴത്തേക്ക്. ലെൻസും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും, പക്ഷെ നമുക്ക് ഡെയിലി ഷൂട്ടുള്ളപ്പോഴേ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ലല്ലോ. ഓക്കെ, ഓക്കെ, ഡൺ വിത്ത് മൈ മേക്കപ്പ്. ഇത്രേ ഉള്ളൂ കേട്ടോ. മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് എൻ്റെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ ചെന്ന് ഡ്രസ്സ് മാറി ഹെയർ ഒന്ന് ഡ്രൈ ചെയ്യണം. ഉണങ്ങിയിരിക്കുന്നത് നനഞ്ഞിരിക്കുക. എൻ്റെ വ്ളോഗിനിടയ്ക്ക് ഇവിടെ വെള്ളം ഒഴിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം. അപ്പോൾ ഇനി ഹെയർ ഒന്ന് ഡ്രൈ ചെയ്തിട്ട് ഡ്രസ്സ് മാറിയാൽ നമ്മുടെ ക്യാരക്ടർ ലുക്ക് പക്കയായി. ബാക്കി ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ട് വീഡിയോസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ. ലൊക്കേഷനിലേക്കുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെയർ ഡ്രൈ ചെയ്യുന്നതായിരുന്നു. അപ്പം അനുവാണ് നമ്മുടെ ഹെയർ ഡ്രസ്സർ. അനു നന്നായിട്ട് ഹെയർ എല്ലാം ഡ്രൈ ചെയ്ത് തരുന്നുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ യദുചേട്ടനെ കണ്ടു. യദുചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോഴാണ് എനിക്കിവിടെ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഹെയർ നന്നായിട്ട് ഡ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നന്നായിട്ട് നനഞ്ഞിരിക്കുകയായിരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്യാരക്ടർ ലുക്കിലേക്ക് പോവാണ്. അമല എന്ന് പറഞ്ഞ ക്യാരക്ടർ ലുക്ക് ഇതാണ്. ജസ്റ്റ് ഒന്ന് പോണിറ്റെയിൽ കെട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെയറിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യും. ഇന്ന് ജസ്റ്റ് പോണിറ്റെയിൽ കെട്ടി ഒരു സിമ്പിൾ കമ്മലും ഇട്ടു, കാരണം ഒരു സീനെ പോകുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇട്ട ഡ്രസ്സ് തന്നെ ഓക്കെ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് അമല ലുക്ക്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.